എനിക്ക് ആരെ ആവശ്യമില്ല, എനിക്കൊരാളുടെ ഹെൽപ്പും ആവശ്യമില്ല. ഇതാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കാണാം. ദിസ് ഈസ് കോൾഡ് ഹൈപ്പർ ഇൻഡിപെൻഡൻസ്. ദിസ് വാസ് മീ ആസ് വെൽ. നമ്മൾക്ക് വി തിങ്ക് ദാറ്റ് വി ഡോണ്ട് നീഡ് എനിബഡി. ഇറ്റ് ഈസ് നോട്ട് എ മാൻലി തിങ് ടു ഡു. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ഡിസിപ്ലിൻ, ഇറ്റ് ഈസ് കോൾഡ് പ്രോഗ്രസ്, ഓക്കെ, പവർ എന്നൊക്കെ വിചാരിക്കും. ഒന്നുമല്ല, ഒരു തേങ്ങയല്ല. ഓക്കെ, ഈ ഹൈപ്പർ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നത് വേറൊന്നും കൊണ്ടല്ല. ചെറുപ്പത്തിൽ വി മൈറ്റ് ഹാവ് ആസ്ഡ് a few people for help. Whoever we have asked for help might have hurt us. അപ്പം നമ്മൾക്ക് ആ ഹേർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെൻഡൻസി ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ ആസ് ഓഫ് നൗ ഐ എം ഫോക്കസിങ് ഓൺ ബിൽഡിങ് എ ടീം, ബിൽഡിങ് മൈ സെറ്റ് ഓഫ് പീപ്പിൾ, ബിൽഡിങ് മൈ പീപ്പിൾ ഹു ഐ ക്യാൻ അലൈൻ ഓൺ, ഹു ഐ ക്യാൻ ലീൻ ഓൺ. ആൻഡ് ദാറ്റ് ഈസ് സ്ട്രെങ്ത്. റിയൽ സ്ട്രെങ്ത് ഒരിക്കലും നിങ്ങൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെയും ഒരാളോട് സംസാരിക്കാതെ ഇരിക്കുന്നതല്ല. നിങ്ങളൊരു ലോൺ വൂൾഫായിട്ട് ജീവിക്കുന്നതല്ല റിയൽ സ്ട്രെങ്ത്. റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ആൻഡ് യു വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. ഞാൻ പറയുകയാണ്, I started growing when I built my team, when I got to know who are my people. അതായത് നമ്മൾ ആരോട് ഓരോ ടോപ്പിക്കിനും ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. എല്ലാ ടോപ്പിക്കിനും ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം നിർബന്ധമില്ല. ദേ ആർ നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ ഓൾ ടോപ്പിക്സ്. നമുക്ക് ഇന്ന ടോപ്പിക്സിന് ഒരാളെടുത്ത് എവിടെ പോകണം, ആരോട് നമ്മുടെ സങ്കടങ്ങൾ പറയണം, ആൻഡ് ഹൂ കെയർസ്, ഹൂ ഡസൻറ്റ് കെയർ, പിന്നെ വെൻ ടു ലീൻ ഓൺ, വെൻ നോട്ട് ടു ലീൻ ഓൺ, വെൻ നോട്ട് ടു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം കാര്യങ്ങൾ പഠിച്ച പിന്നെയാണ് ഐ സ്റ്റാർട്ടഡ് ഗ്രോയിങ് മൈ സെൽഫ്. ഓക്കെ, അപ്പം ഈ ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് ഒരു ഇതുമല്ല. ആൻഡ് നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒറ്റയ്ക്ക് ഒരു ലോൺ വൂൾഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, ആൻഡ് ലെറ്റ് ഹിം നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗ്രോത്ത്, ഇറ്റ് ഈസ് ജസ്റ്റ് ഒരു സ്റ്റക്ക് പൊസിഷനാണ്, ഒരു ലോസ്റ്റ് പൊസിഷനാണത്. ആൻഡ് യു ഡോണ്ട് വോണ്ട് ടു ബി ദെയർ, നോട്ട് ഫോർ എ വെരി ലോങ് ടൈം. ഓക്കെ, ചാവ്.